ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിലെ യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പുരുഷനോ മരിച്ചുപോയാൽ ദ്രവിച്ചു പോകും, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? ഞാനും നിങ്ങളും ഒരു നാളിൽ മരിക്കും എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാനും നിങ്ങളും മരിക്കും എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ? മരണാനന്തരം നാം ജീവിക്കുമോ? അതോ മരണത്തോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പ്രധാനമായ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് ആധികാരികമായി പറയുവാൻ എൻ്റെ പക്കൽ ഒരു തെളിവുമില്ല. ശാസ്ത്രത്തിൻ്റെ പക്കലും ഒരു തെളിവുമില്ല. യുക്തിവാദികളുടെ പക്കലും ഒരു തെളിവുമില്ല. കാരണം മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് ശാസ്ത്രീയ നിരീക്ഷണങ്ങളിലൂടെ ഇതുവരെയും തെളിയിച്ചിട്ടില്ല. മാത്രമല്ല, മനുഷ്യനെല്ലാം കാണുവാൻ കഴിയുകയില്ല, എല്ലാം കേൾക്കുവാൻ കഴിയുകയില്ല, എല്ലാം അറിയുവാൻ കഴിയുകയില്ല. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, ഉള്ള കാര്യങ്ങളുടെ 99% പോലും ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. ഉള്ള ശബ്ദങ്ങളുടെ 99% ശബ്ദങ്ങളും അവൻ കേട്ടിട്ടില്ല. ഉള്ള അനുഭവങ്ങളുടെ 99 അനുഭവങ്ങളും അവൻ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഉള്ള സത്യങ്ങളുടെ 99% മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനും ഇതുവരെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ 99% മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ് സമസ്ത മേഖലകളിലും. അതുകൊണ്ടില്ല എന്ന് പറയുന്നത് യുക്തിയല്ല, ശാസ്ത്രമല്ല, ബുദ്ധിയല്ല. എല്ലാം കാണാൻ കഴിവുള്ള ഒരു വ്യക്തി, എല്ലാം അറിയുവാൻ കഴിവുള്ള ഒരു വ്യക്തി, എല്ലാം അനുഭവിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി, എല്ലാം കേൾക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കുവാൻ കഴിയും. അങ്ങനൊരാൾ ഇപ്പോൾ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ടും അങ്ങനൊരു മനുഷ്യൻ ഭൂമിയിൽ പണ്ടില്ലാതിരുന്നത് കൊണ്ടും നമുക്ക് മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് ആധികാരികമായി പറഞ്ഞ് തള്ളുവാൻ സാധിക്കുകയില്ല. എന്നാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ എന്താണ് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ? ഉദാഹരണമായിട്ട് വൈറസ്, പല വൈറസിനെയും നമ്മൾ കണ്ടിട്ടില്ല, പല ബാക്ടീരിയകളെയും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അതെല്ലാം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ വിദഗ്ധമായ ചില ഉപകരണങ്ങളിലൂടെ അത് കണ്ടെത്തുന്നുണ്ട്. അത് നമുക്ക് പ്രയോജനകരമായി തീരുന്നുണ്ട്. അപ്പം ചില മാധ്യമങ്ങളിലൂടെ ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ശബ്ദതരംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുകയില്ല, പക്ഷേ നമുക്കത് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. ഇലക്ട്രിക് വേവുകൾ, ഇലക്ട്രോൺസിൻ്റെ കറക്കങ്ങൾ, അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട്, സ്വന്തം ചെവി കൊണ്ട് കാണുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ കാണാനും ഇതൊക്കെ അറിയാനും ഇതൊക്കെ അനുഭവിക്കുവാനും കഴിയും. അത് ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗമനമാണ്. ഇതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുവാൻ കാരണം, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് യേശു പറഞ്ഞതുകൊണ്ടാണ്. യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ആരെയും പ്രലോഭിപ്പിച്ചിട്ടില്ല, ആരോടും പണം ചോദിച്ചിട്ടില്ല, ഭക്ഷണം ചോദിച്ചിട്ടില്ല,
ഒരു മനുഷ്യൻ്റെയും സഹായം ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് നസ്രയനായ യേശു. യേശുവിന് ആരെയും ഭയമില്ല. മാത്രമല്ല, യേശുവിന് ആരുടെയും സഹായവും ആവശ്യമില്ല. അങ്ങനെ ഒരാൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, യേശു സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് യേശുവിന് സ്വർഗത്തെക്കുറിച്ചറിയാം. മരണാനന്തരം ആത്മാക്കളുടെ ലോകത്തിലേക്ക് കർത്താവ് പോയതുകൊണ്ട് തനിക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഞാൻ മരണാനന്തര ജീവിതം വിശ്വസിക്കുവാൻ കാരണം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരിയായ പരിശുദ്ധനായ വിശുദ്ധനായ കള്ളം പറയാത്ത ചതിക്കാത്ത വഞ്ചിക്കാത്ത ആരെയും പ്രലോഭിപ്പിച്ച് തൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് ആവശ്യമില്ലാത്ത നസ്രയനായ യേശു പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്, അത് വിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിട്ടുള്ളത് കൊണ്ടാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുവാൻ കാരണം. പ്രബലമായ എല്ലാ മതങ്ങളും മതാചാര്യന്മാരും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈന്ദവ മതത്തിലും ഇസ്ലാം മതത്തിലുമൊക്കെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള ശക്തമായ പഠിപ്പിക്കലുകൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും, നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഞാനില്ലല്ലോ, ചോദിക്കാൻ മറ്റൊരാളുമില്ലല്ലോ. അതുകൊണ്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. എന്നാൽ മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന താങ്കൾക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ നഷ്ടപ്പെടുവാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ശാന്തമായിട്ട് ഈ പ്രഭാഷണം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെ ആയിരിക്കും അവൻ? നമുക്കറിയാം, നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് ഇത്ര വിസ്തൃതമായ ഒരു ലോകമുണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ആ ലോകത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നാം അറിയാതെ നമ്മിൽ നടന്നു. നമുക്ക് കാലുകളുണ്ടായി, കൈകളുണ്ടായി, കണ്ണുകളുണ്ടായി. ഇവയൊന്നും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒന്നാം ലോകത്തിൽ നമുക്കാവശ്യമുള്ള കാര്യങ്ങളായിരുന്നില്ല. രണ്ടാം ലോകത്തിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായിരുന്നു. അവിടെ വെച്ച് നമുക്ക് കണ്ണുണ്ടായതുകൊണ്ട്, നമുക്ക് കാലുകൾ ഉണ്ടായതുകൊണ്ട്, കൈകൾ ഉണ്ടായതുകൊണ്ട്, വായുണ്ടായതുകൊണ്ട് അവയെല്ലാം ഇന്ന് ഈ രണ്ടാം ലോകത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനകരമായി തീർന്നിരിക്കുകയാണ്. ഇതുപോലെ മരിച്ചു കഴിഞ്ഞ് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് പോകും. മരിക്കുന്നവരൊക്കെ എവിടെയാണ് പോകുന്നത്? വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിൽ മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അവൻ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് നിങ്ങളോട് പറയാം. ഈ വിഷയത്തെക്കുറിച്ച് ഒരാഴമായ പഠനത്തിന് നിങ്ങളെ തന്നെ വിധേയനാക്കണം. അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വിശുദ്ധനായ ഒരു മനുഷ്യൻ മരിച്ചാൽ അയാൾ സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. അയാളുടെ ആത്മാവാണ് പോകുന്നത്. ആ ആത്മാവിന് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും, ഓർക്കാൻ കഴിയും. എന്നാൽ പാപിയായ ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവൻ്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടേക്ക് പോകുന്ന ആത്മാക്കൾക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, ചിന്തിക്കാൻ കഴിയും, സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. അവിടെ തീയാണ്, മരണം അവിടെ ഇല്ല. ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചത് നസ്രയനായ യേശുവാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമായി യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം വരെയുള്ള കാലഘട്ടത്തിൽ മരിച്ച എല്ലാ വിശുദ്ധന്മാരും അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന ഭൂമിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പർദീസയിലേക്കാണ് പോയത്. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ മരിച്ചതിന് ശേഷം ഭൂമിയുടെ ഉള്ളിലുള്ള അബ്രഹാമിൻ്റെ മടി എന്ന ആ പർദീസയിലേക്ക് പോകുകയുണ്ടായി.
ക്രൂശിൽ കിടന്ന് മാനസാന്തരപ്പെട്ട കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലായിരിക്കും എന്ന കർത്താവ് പറയുകയുണ്ടായി. അവിടെ 3 ദിവസങ്ങൾ കർത്താവ് യോഗങ്ങൾ നടത്തുകയും ആ ബദ്ധന്മാരെ, അബ്രഹാം ഉൾപ്പെടെയുള്ള സകല ബദ്ധന്മാരെയും കർത്താവ് സ്വർഗീയ പർദീസയിലേക്ക് തൻ്റെ ഉയർപ്പിന് ശേഷം കൊണ്ടുപോവുകയും ചെയ്യുകയുണ്ടായി. ഇത് സംബന്ധിച്ച് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പക്ഷേ അശുദ്ധനായ മനുഷ്യൻ ഇന്നും മരിച്ചാൽ അവൻ ഈ യാതന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ വിശപ്പുണ്ട്, ഭക്ഷണമില്ല. അവിടെ ദാഹമുണ്ട്, വെള്ളമില്ല. അവിടെ തീയുണ്ട്, മരണമില്ല, മയക്കമില്ല. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി വിശദീകരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. സ്വർഗീയ പർദീസയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ കർത്താവിൻ്റെ 2ാം വരവ് വരെ അവിടെ വിശ്രമിക്കേണ്ടതാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്ത് യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇത് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കർത്താവ് 2ാമത് വരുമ്പോൾ, അല്ലെങ്കിൽ രഹസ്യമായി വരുമ്പോൾ, സ്വർഗീയ പർദീസയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്ക് മരണമില്ലാത്ത ഒരു ശരീരം നൽകപ്പെടും. ആ ശരീരം പണ്ട് അവർ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന മാംസളമായ ശരീരമല്ല. അതിൻ്റെ ഒരു ഭാഗവും ഉണ്ടായിരിക്കുകയില്ല. കാരണം ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയില്ല. ആ പുത്തൻ ശരീരം സ്നാനപ്പെടുന്ന ഒരു വ്യക്തിക്ക് ബുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഇത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുനരുദ്ധാന ശരീരത്തിന് മരണമില്ല, രോഗമില്ല, ദുഃഖമില്ല, നരജരകൾ ഉണ്ടാകുകയില്ല. ഒരു ഗ്രാവിറ്റി ഫോഴ്സിനും അതിനെ ഒതുക്കാൻ കഴിയുകയില്ല. ഒരു സൂര്യകിരണത്തിനും അതിനെ തകർക്കാൻ കഴിയുകയില്ല. അതിന് മരണമില്ല. പ്രപഞ്ചത്തിലെവിടെയും ഏത് സ്ഥലത്തും ഏത് ഗോളത്തിലും പോകുവാൻ കഴിയുന്ന, എന്നേക്കും ജീവിക്കുവാൻ കഴിയുന്ന ഒരു ശരീരമാണ് ആ ശരീരം. ആ ശരീരത്തിൻ്റെ രൂപാകൃതി അവർക്കും മറ്റുള്ളവർക്കും തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. അബ്രഹാമിനെ കാണുമ്പോൾ അബ്രഹാമായിട്ടും, ഇസ്ഹാക്കിനെ കാണുമ്പോൾ ഇസ്ഹാക്കായിട്ടും, യാക്കോബിനെ കാണുമ്പോൾ യാക്കോബായിട്ടും, പൗലോസിനെ കാണുമ്പോൾ പൗലോസായിട്ടും, പത്രോസിനെ കാണുമ്പോൾ പത്രോസായിട്ടും, അവർക്കും അവരെ കണ്ടിട്ടുള്ളവർക്കും അവരെ കാണാത്തവർക്കുമെല്ലാം തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു രൂപമായിരിക്കും പുനരുത്ഥാന ശരീരത്തിന് ലഭിക്കാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം പഠിക്കുമ്പോൾ പത്രോസ് നോക്കുമ്പോൾ മോശയെ കാണുന്നു, ഏലിയാവിനെ കാണുന്നു. അവരൊക്കെ പത്രോസ് ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയവരാണ്. അവരുടെ പേരും അവരുടെ രൂപങ്ങളും എല്ലാം വ്യക്തമാകുന്ന നിലയിലുള്ള ദർശനങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നിത്യതയിൽ എന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും, നിങ്ങളെ എല്ലാവർക്കും മനസ്സിലാക്കാനായി കഴിയും, നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനൊരു രൂപാകൃതിയാണ് ആ ശരീരത്തിന് ലഭിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ പുനരുത്ഥാന ശരീരം ലഭിച്ച വിശുദ്ധന്മാർ ആദ്യമായിട്ട് നിൽക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിലാണ്. ഇത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ന്യായവിധി ആരെയും നരകത്തിലേക്ക് വിടാനല്ല, അവർ രക്ഷിക്കപ്പെട്ട കാലം മുതൽ അവർ മരിച്ച സമയം വരെയുള്ള സന്ദർഭങ്ങളിൽ അവർ ദൈവത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം കൊടുക്കേണ്ടതിന് വേണ്ടി, പ്രതിഫലം വാങ്ങേണ്ടതിന് വേണ്ടിയാണ് ആ ന്യായവിസ്താരം അവിടെ നടക്കുന്നത്. അവിടെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ശോധന ചെയ്യപ്പെടും. പ്രതിഫലങ്ങൾ കിരീടങ്ങളായും അധികാരങ്ങളായും തേജസ്സായിട്ടുമാണ് അവിടെ നൽകപ്പെടുന്നത്. നാം ഒഴുക്കിയ ഓരോ കണ്ണുനീർത്തുള്ളികൾക്കും, നാം ദൈവനാമത്തിൽ കൊടുത്ത ഓരോ ഗ്ലാസ് വെള്ളത്തിനും പ്രതിഫലമുണ്ട്. ഓർക്കണം, പ്രപഞ്ചത്തിൻ്റെ നാഥൻ പ്രതിഫലം നൽകിയാൽ, കൂലി നൽകിയാൽ അതെത്ര വലുതായിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ്. ലോകത്തിലെ ഏത് ചക്രവർത്തിക്കും, ലോകത്തിലെ ഏത് രാജാവിനും, ലോകത്തിലെ ഏത് രാജ്യത്തിനും, ഏത് പ്രസിഡൻറ്റിനും, ഏത് പ്രധാനമന്ത്രിക്കും
തൻ്റെ രാജ്യത്തിൽ തങ്ങളെ സേവിച്ച സേവകന്മാർക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ കോടാനുകോടി മഹത്വമുള്ള, തേജസ്സുള്ള, വിലയുള്ള, മൂല്യമുള്ള പ്രതിഫലങ്ങളാണ് തൻ്റെ വിശുദ്ധന്മാർക്ക് കർത്താവ് കൊടുക്കുവാൻ പോകുന്നത്. അവർ അനുഭവിച്ച കഷ്ടതകൾക്ക്, അപമാനങ്ങൾക്ക്, നിന്ദകൾക്ക്, പീഡകൾക്ക്, രക്തസാക്ഷിത്വത്തിന്, രക്തം ചൊരിയപ്പെട്ടതിനൊക്കെ അവർക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും. അങ്ങനെ ആ പ്രതിഫലങ്ങളെല്ലാം ലഭിക്കപ്പെട്ടതിന് ശേഷം യേശുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകുകയാണ്. സ്വർഗത്തിൽ ആരും പ്രവേശിച്ചിട്ടില്ല, യേശു മാത്രമേ പ്രവേശിച്ചിട്ടുള്ളൂ. മോശയും ഹാനോക്കും ഏലിയാവും ഒക്കെ കടന്നു എന്ന സ്വർഗമല്ല. സ്വർഗത്തിൽ ഇപ്പോൾ പിതാവായ ദൈവവും യേശു കർത്താവും ദൂതഗണങ്ങളും ഒക്കെയുള്ളൂ. സ്വർഗങ്ങൾ പലതുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെ ആദ്യമായിട്ട് മനുഷ്യൻ സ്വർഗത്തിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും. അവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, സഭയുടെ വിവാഹം നടക്കും. ആത്മീകമാണ് കേട്ടോ, അക്ഷരീകമല്ല. ക്രിസ്തുവിൻ്റെ കാന്ത കർത്താവിൻ്റെ മണവാട്ടിയായിത്തീരും, കർത്താവിൻ്റെ കാന്തയായിത്തീരും. ആ കർമ്മം നടത്തുന്നത് പിതാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്, കോടാനുകോടി ദൂതന്മാർ അവിടെയുണ്ട്, 4 ജീവികൾ അവിടെയുണ്ട്. അവിടെ വെച്ചാണ് ആ മനോഹരമായ ആ വിവാഹം, രണ്ടാമത്തെ ഒടുക്കത്തെ ആദാമിൻ്റെ കർത്താവിൻ്റെ വിവാഹം. തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് താൻ വീണ്ടെടുത്ത തൻ്റെ സഭയെ വേളി കഴിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഇത് തികച്ചും ആത്മീകമാണ്. എൻ്റെയും നിങ്ങളുടെയും വിവാഹം പോലുള്ള വിവാഹമോ മണിയറവാസമോ ഒന്നുമല്ല എന്ന് നിങ്ങൾ ആഴമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. രണ്ടാമത്, അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ചടങ്ങ് കർത്താവിനെ രാജാവാക്കുക എന്നുള്ളതാണ്. കർത്താവ് ലോകത്തിൻ്റെ ചക്രവർത്തിയായി മാറും, സഭ രാജ്ഞിയായി മാറും. അത് നാം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് സംഭവിക്കുന്നത്, ലോകത്തിൻ്റെ ചക്രവർത്തിയായ നസ്രയനായ യേശുവും തൻ്റെ കാന്തയായ സഭ എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട് വിശുദ്ധിയോട് ജീവിച്ച എല്ലാവരും കർത്താവിൻ്റെ സഭയിലെ അംഗങ്ങളാണ്. അവർ കർത്താവിൻ്റെ കാന്തയാണ്. മഹാരാജാവായ കർത്താവും തൻ്റെ കാന്തയായ രാജ്ഞിയായ സഭയും തങ്ങൾ ജനിച്ചു വളർന്ന് തങ്ങൾ മരിച്ച ഈ ഭൂമിയിൽ ഭരണകർത്താക്കളായിട്ട് വരും. അന്ന് സ്വർണം പോലെ, വെള്ളി പോലെ, താമ്രം പോലെ, ഇരുമ്പ് പോലെ, കളിമണ്ണ് പോലെ, നെബൂഖദ്നേസർ കണ്ടതുപോലെ നിലനിന്ന മനുഷ്യൻ്റെ ഭരണകൂടങ്ങളെല്ലാം കച്ചുടയ്ക്കപ്പെടും. എതിർ ക്രിസ്തു അറസ്റ്റ് ചെയ്യപ്പെടും, അവൻ നരകത്തിലേക്ക് തള്ളപ്പെടും. കർത്താവ് ഇവിടെ തൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കും. 1000 വർഷമാണ് ഈ സാമ്രാജ്യം നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 4 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നിവിടെ ജനനവും മരണവും എല്ലാം ഉണ്ട്. അന്നിവിടെ മനുഷ്യരുണ്ട്, വാഹനങ്ങളുണ്ട്, കാർഷിക മേഖലകളുണ്ട്. പക്ഷേ അന്ന് ശൈശവ മരണങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ല, കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ല, ആത്മഹത്യകൾ ഇവിടെ ഉണ്ടാകുകയില്ല, പട്ടിണിപ്പാവങ്ങൾ ഇവിടെ ഉണ്ടാകുകയില്ല, രോഗികൾ ഇവിടെ ഉണ്ടാകുകയില്ല, അംഗവൈകല്യമുള്ളവർ ഇവിടെ ഉണ്ടാകുകയില്ല, ഇവിടെ മതലഹളകൾ ഉണ്ടാകുകയില്ല, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയില്ല, ആരുടെയും കണ്ണിൽ നിന്ന് വേദനയുടെ കണ്ണുനീർ ഒഴുകുകയില്ല. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ 1000 വർഷത്തെ ഭരണം മാനവലോകം കാണും. അന്നാണ് അവർക്ക് ബോധ്യമാകുന്നത് മനുഷ്യൻ്റെ എല്ലാ ഭരണങ്ങളും പരാജയമായിരുന്നുവെന്നും ഭരണം സമ്പൂർണ്ണമാകണമെങ്കിൽ, അത് സാഹോദര്യമാകണമെങ്കിൽ, അത് സമാധാനപൂർണ്ണമാകണമെങ്കിൽ, അത് ഐശ്വര്യപൂർണ്ണമാകണമെങ്കിൽ, അത് സന്തോഷപൂർണ്ണമാകണമെങ്കിൽ നസ്രയനായ യേശു ഭരിച്ചെങ്കിൽ മാത്രമേ ആ ഭരണം സാധിക്കുകയുള്ളൂ എന്ന് ലോകത്തിന് ബോധ്യമാകും. അന്ന് ഒരൊറ്റ ആഗ്രഹം മാത്രമേ മനുഷ്യനുണ്ടാകുകയുള്ളൂ, ഈ ഭരണം അവസാനിക്കരുതേ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ അന്ന് മനുഷ്യനുണ്ടാകുകയുള്ളൂ. അന്ന് കർത്താവിൻ്റെ കാന്തയാണ് രാജാക്കന്മാർ, ഭരണകർത്താക്കൾ. യേശുവാണ് ചക്രവർത്തി. തങ്ങൾ ജനിച്ചു വളർന്ന്
യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട് കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചപ്പോൾ അപമാനങ്ങളും നിന്ദകളും പട്ടിണികളും നിരാശകളും ഉപദ്രവങ്ങളും ഒക്കെ ഏറ്റവർ, ചിലരൊക്കെ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ളവരൊക്കെ എഴുന്നേറ്റ് ഭരിക്കുന്ന ഭരണകർത്താക്കളായി 1000 വർഷം ഭരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം ഉണ്ടാകും. അതിനുശേഷം നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അന്ത്യന്യായവിധിയാണ്. മരിച്ചവരെല്ലാം ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭമാണ്. ആ ന്യായവിധി സംഘത്തിൽ ന്യായാധിപന്മാരായിരിക്കും വിശുദ്ധന്മാർ. ഇത് വെളിപ്പാട് പുസ്തകം 20:4 വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ചീഫ് ജസ്റ്റിസ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായിരിക്കും. തൻ്റെ വിശുദ്ധന്മാർ ന്യായാധിപന്മാരായിരിക്കും. അവർ ദൂതന്മാരെ പോലും വിധിക്കും എന്ന് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ന് അവർക്ക് നീതി ലഭിച്ചെന്ന് വരികയില്ല. രാഷ്ട്രീയ സ്വാധീനവും മതസ്വാധീനവും എല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു വിശുദ്ധന്, ഒരു ഭക്തന്, ഒരു ദൈവദാസന് ഇവിടെ നീതി ലഭിച്ചെന്ന് വരികയില്ല. അന്യായമായവൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ജയിലിൽ തള്ളപ്പെടുകയും ഒക്കെ ചെയ്ത 100 അനുഭവങ്ങൾ വിശുദ്ധന്മാർക്കുണ്ട്. എന്നാൽ ഈ ഭരണകർത്താക്കളെയും ഈ ന്യായാധിപന്മാരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ ന്യായാധിപന്മാരായിട്ടിരിക്കുന്നത് ഈ വിശുദ്ധന്മാരായിരിക്കും. അതിനുശേഷം ഈ ഭൂമി കത്തിയുരുകും. ഇതൊരു പുതിയ ഭൂമിയായി മാറും. ഈ ആകാശം പുതിയ ആകാശമായി മാറും. ഒരു പുത്തൻ ഭൂമി, ഒരു പുത്തൻ ആകാശം ഇവിടെ ഉണ്ടാകും. പുതിയ യെരൂശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പിതാവായ ദൈവമുണ്ടാകും, യേശു ഉണ്ടാകും, പരിശുദ്ധാത്മാവ് ഉണ്ടാകും, വിശുദ്ധന്മാരുണ്ടാകും. അവിടെ മുതൽ നിത്യത തുടരുകയാണ്. പിന്നെ മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. സകല ഗോളങ്ങളിലേക്കും, പ്രപഞ്ചത്തിലെ സകല ഗാലക്സിയിലേക്കും, നക്ഷത്ര ഗോളങ്ങളിലേക്കും, സ്വർഗത്തിലേക്കും, ഭൂമിയിലുമെല്ലാം വിശുദ്ധന്മാർ സഞ്ചരിക്കുകയാണ്. നിത്യത അവിടെ തുടരുകയാണ്. അവസാനിക്കാത്ത ആ സമ്പൂർണമായ യുഗം. ഇതാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ള പുസ്തകങ്ങൾ പഠിച്ചാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോട് ദൈവഭക്തിയോട് ജീവിക്കുന്ന, ദൈവവേല ചെയ്യുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, അഭിഷേകം പ്രാപിക്കാതെ, വേർപെടാതെ, വിശുദ്ധിയിൽ ജീവിക്കാതെ മദ്യപിച്ചും വ്യഭിചാരം ചെയ്തും കൊലപാതകം നടത്തിയും വഞ്ചിച്ചും കള്ളം പറഞ്ഞും ചതിച്ചും മറ്റുള്ളവരെ ഉപദ്രവിച്ചുമൊക്കെ ഈ ഭൂമിയിൽ മിടുക്കനായി ജീവിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ മരണത്തിൻ്റെ തണുത്ത കരം പിടിച്ചു കഴിഞ്ഞാൽ ചക്രവർത്തിയാണെങ്കിലും രാജാവാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡൻ്റാണെങ്കിലും മതനേതാവാണെങ്കിലും കോടതി നേതാവാണെങ്കിലും കോടതിയുടെ അധിപനാണെങ്കിലും പിന്നെ ഒരു നിമിഷം മരണത്തിൻ്റെ മുൻപിൽ എതിർത്ത് നിൽക്കാൻ കഴിയുകയില്ല. അവിടുന്ന് അവരുടെ ജീവിതം പിന്നെ തുടരും. എവിടെ? തീപ്പൊയ്കയിലേക്ക്, യാതനാ സ്ഥലത്തേക്ക്. അവിടുന്ന് ആ ഉയർപ്പിൻ്റെ നാളിൽ ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ, ആ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ ന്യായവിധി കഴിഞ്ഞ് നിത്യ നരകത്തിലേക്ക്. അവിടെ തീയുണ്ട്, പിശാചുക്കളുണ്ട്, ദുഷ്ടന്മാരുണ്ട്, മരണമില്ല, മയക്കമില്ല, ഓർമ്മയുണ്ട്, കാണാൻ കഴിയും, വേദനയുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഇതാണ് ഒരു പാപിയുടെ നിത്യത. 1 വർഷമല്ല, 2 വർഷമല്ല, 1000 വർഷമല്ല. ഈ ഭൂമിയിലെ ജീവിതം മാത്രമാണ് അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുവാൻ ലഭിക്കുന്ന സ്വാതന്ത്ര്യമുള്ള സമയം. അതിനുശേഷം അവൻ്റെ ന്യായവിധി ആരംഭിക്കുകയാണ്. വാത്സല്യ സ്നേഹിത, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെയായിരിക്കും? 2 പാതകളേ ഉള്ളൂ. ഒന്ന് നാശത്തിലേക്ക് പോകുന്ന പാതയാണ്, മറ്റൊന്ന് ജീവനിലേക്ക് പോകുന്ന പാതയാണ്. ആ പാത യേശുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ആരാണ് ഈ യേശു? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവ്, സ്വർഗത്തിൻ്റെ മണിമകുടം, ദൂതന്മാരുടെ ആരാധ്യ പുരുഷൻ. എന്നാൽ ഒരു പാപിയും ഒരു മനുഷ്യനും നരകത്തിൽ പോകാതിരിപ്പാൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി
ഈ ഭൂമിയിലേക്ക് വരികയാണ്. ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് പുൽക്കുടിലും മലമുകളിലും മീൻ നാറുന്ന വള്ളത്തിലും വിശ്രമിക്കേണ്ടി വന്നു. ആഹാരം ലഭിക്കാതെ വിശന്നും വെള്ളം ലഭിക്കാതെ ദാഹിച്ചും ജീവിക്കേണ്ടി വന്നു. അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നു. മരക്കുരിശിൽ മരിക്കേണ്ടി വന്നു. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഈ ഭൂമിയിൽ സമാധാനമായി ജീവിക്കാം, സന്തോഷമായി ജീവിക്കാം, അനുഗ്രഹമായി ജീവിക്കാം. മരിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക്, ആ ഇമ്പങ്ങളുടെ പരദീസയിലേക്ക്, കർത്താവിൻ്റെ അടുക്കിലേക്ക്, പ്രതിഫലങ്ങളുടെ അടുക്കിലേക്ക്, സ്വർഗത്തിലേക്ക്, സഹസ്രാബ്ദ ഭൂമിയിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക്, ഈ പ്രപഞ്ചം മുഴുവൻ മരണമില്ലാത്ത ശരീരത്തോടെ, തേജസ്സുള്ള ശരീരത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ എന്നുമെന്നും നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. ആ യേശുവിൻ്റെ അടുക്കിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനുഷ്യനെക്കുറിച്ചും അവൻ്റെ നിത്യതയെക്കുറിച്ചും അങ്ങയുടെ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. എളിയവൻ അത് ഈ ജനത്തോട് പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെടണമേ. എൻ്റെ ശ്രോതാക്കളിൽ ഒരാളുടെയും നിത്യത ആ യാതനാ സ്ഥലത്തോ ആ നരകത്തിലോ ആകാതെ കർത്താവെ അങ്ങയോടൊപ്പമായിരിക്കാൻ ഇടയാക്കണമേ. ആ ക്രൂശിൽ കിടന്ന 2 കള്ളന്മാരിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ട് ആ പരദീസയിലേക്ക് പോയതുപോലെ മരണത്തിന് മുൻപേ ഞങ്ങൾ മാനസാന്തരപ്പെട്ട് നിത്യത ഉറപ്പാക്കുവാനുള്ള കൃപ എല്ലാവർക്കും കർത്താവ് നൽകണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കും.